ഹലോ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അബുദാബിയിലുള്ള ബാബ്സ് മന്ദിറിൽ പോയപ്പെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീക്കെൻഡിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ പാർക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ്. പിന്നെ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് കേട്ടോ അവർ ടോയ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും. പിന്നെ നമ്മൾ അവിടെ എത്തിയത് ഒരു 6:20 ഒക്കെ ആകുമ്പോഴാണ്. മൺഡേ അമ്പലം ക്ലോസ്ഡ് ആണ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിരക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസമായിട്ട് നമുക്ക് എത്ര പേര് പോകുന്നുണ്ട് എന്നുള്ളത് അമ്പലത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യൂവിൻ്റെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്യൂവിൽ നിന്നിട്ട് അവിടുത്തെ QR കോഡ് കാര്യങ്ങൾ സ്കാൻ ചെയ്തിട്ട് വേണം ഈ ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ കേട്ടോ. പിന്നെ ഈ ഒരു കാണുന്ന ഭാഗമാണ് നമ്മൾ പ്രസാദമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു കൗണ്ടറിൻ്റെ അവിടെ പോയിട്ടാണ് പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരെങ്കിലും മോർണിംഗിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് കഴിച്ച് വരാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ഷൂസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ കുറേ മണികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അത് പോയിട്ട് ഇങ്ങനെ ഈ മണി അടിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഋതുവിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് വരുമ്പോൾ മണി അടിച്ചപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ആൾക്ക് ചെറിയൊരു പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെയാണ് ഈ ചെപ്പൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൽഫബറ്റിക് ഓർഡറിൽ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് അവർ ഇങ്ങനെ തിരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതിലാന്നുള്ളത് നമുക്ക് മിസ്സായി പോവില്ല. പിന്നെ നമ്മൾ അതേ അമ്പലത്തേക്ക് കയറുകയാണ്. ആദ്യം നമ്മൾ കണ്ട സൈഡിലത്തെ വെള്ളം ഗംഗ യമുന നദിയിലത്തെയൊക്കെ വെള്ളം അതിലുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് എത്തി. നമ്മൾ 6 മണിക്കായിരുന്നു നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 6:20 എത്തിയത്. അതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ഇവരുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവിടുത്തെ ഡ്രസ് കോഡ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻ കേസ് ഷോർട്ട്സ് കാര്യങ്ങളൊന്നും ഇടാനൊന്നും പറ്റില്ല. പിന്നെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം. അപ്പോൾ ഇൻ കേസ് അതല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മുണ്ട് കൊടുക്കും. ഇപ്പോൾ ജെൻസിനാണെന്നുണ്ടെങ്കിൽ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2-3 പേരെ കണ്ടു കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്ന് മുണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് പ്രോഹിബിറ്റഡ് അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ. ശിവന്, പാർവതി, കൃഷ്ണനും, രാധയും, രാമൻ, സീത, എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അയ്യപ്പ ഭഗവാനുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, എല്ലാവരുടെ പ്രതിഷ്ഠകളും ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴാണ് ഗംഗാരതിയുടെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ. അവിടെ സ്റ്റെപ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പിൽ ഇരുന്ന് കാണാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ പോയി നിന്നിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എല്ലാവരും ശരിക്കും നമ്മളവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക, ചിലപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് പോയ കാരണമാവും, അതെനിക്കറിയില്ല. ആ ഒരു നമ്മൾ ദീപാരാധനയുടെ ആ സമയമുണ്ടല്ലോ, ഒരു 7 മണി ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഗംഗാരതി നമുക്ക് കാണാൻ പറ്റും. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫുൾ അവർ ആ ഒരു പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ആരതി ഒഴിയൽ അത് നമ്മൾ ശരിക്കും കാണേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തിരക്കാന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, അത് സൺഡേ ആയ കാരണമുള്ള തിരക്കാണോ അതോ എന്നും ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ഈ ഒരു സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് പോകുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമാണ്. അബുദാബിയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പോകുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് പോയപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടാണ്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുമല്ലോ.
അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം കുറച്ചധികം എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവറോളം ഉണ്ട് ഈ ഒരു ആരതി ടൈമിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഓരോരോ ഫാമിലീസ് ഓരോരോ സൈഡിലായിട്ട് നിന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയണില്ല, ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓരോരോ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവർ ബുക്ക് ചെയ്തതാണോ എന്താണ് സംഭവം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ദീപാരാധനയുടെ അവർ ഈ ഒരു വിളക്ക് ആക്ച്വലായിട്ടുള്ള ശരിക്കും നമ്മുടെ ഉള്ള ആ ഒരു വിളക്കല്ല കേട്ടോ, എന്തോ ഇലക്ട്രിക് സംഭവമാണ് തോന്നുന്നു. അതാണ് അവർ വെള്ളത്തിലിടുന്നതും എല്ലാതും അങ്ങനെയാണ്. നമ്മൾ ശരിക്കായിട്ട് ഇങ്ങനെ വിളക്ക് കൊളുത്തുന്ന പോലെ കൊളുത്തുന്നതല്ല, അവരത് ഇലക്ട്രിക് ലാമ്പാണ് ഈ സംഭവം. വെള്ളത്തിലിടുന്നതായാലും പിന്നെ അവർ ഈ ആരതി ഒഴിയണതൊക്കെ ഒരു ഇലക്ട്രിക് ലാമ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഈ ഒരു ആരതി കഴിയുന്നത് വരെ നമ്മൾ അവിടെ നിന്നു. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ ഇതാണ് ഞാൻ വെള്ളത്തിൽ അവരിടുന്ന ലാമ്പ് എന്ന് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഇരുട്ടത്ത് അത് നമ്മൾ ഈ ഒരു ഇതിൽ ചെറിയൊരു ലൈറ്റ് കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫുള്ള് ഇരുട്ടിൽ ഇങ്ങനെ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ നമ്മളിത് തിരിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ആദ്യം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ, കുറേ തിരക്ക് മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഈ നടക്കുന്നത്. ഈ നടക്കുമ്പോഴും നോക്കി നോക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പോഴും റഷ് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഇറങ്ങുമ്പോൾ നേരെ ആ സംഭവങ്ങൾ വെച്ചത് കളക്ട് ചെയ്തിട്ട് നേരെ വീണ്ടും ഈ ഒരു വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് ഇതേ ഒരു പ്രസാദം നമ്മൾ വാങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഗോതമ്പ് പോലത്തെ ഒരു സംഭവമായിരുന്നു. ഗോതമ്പ് പായസമല്ല, പക്ഷേ ശർക്കരയും നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ആ പ്രസാദമായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കഴിച്ചു, ഋതുവിനും ഇഷ്ടമായി. അപ്പോൾ